നമസ്കാരം. പ്രധാന വാർത്തകൾ. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഏകാദശി ദിവസം ഉദയാസ്തമന പൂജ നടത്തുന്നത് ദൈവഹിതമല്ലെന്ന് ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ. പരാമർശം ഏകാദശി ഒരുക്കങ്ങളുടെ ഭാഗമായി വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിനിടെ. പുണ്യപ്രസിദ്ധമായ ഗുരുവായൂർ ഏകാദശിക്ക് ഒരുക്കങ്ങൾ പൂർത്തിയായതായി ദേവസ്വം ചെയർമാൻ. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നിയമം മൂലം നിരോധിച്ച കണ്ണിവലുപ്പം കുറഞ്ഞ വലകൾ ഉപയോഗിച്ച് അനധികൃത മീൻപിടുത്തം നടത്തിയ 2 ബോട്ടുകൾ ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് സംഘം പിടികൂടി. എറണാകുളം സ്വദേശികളുടെ ഉടമസ്ഥതയിലുള്ള ട്രൈറ്റൺ, എലോഹിക എന്നീ ബോട്ടുകളാണ് പിടികൂടിയത്. പെരുമ്പിലാവ് കൊരട്ടിക്കരയിൽ ബൈക്കിലെത്തിയ സംഘം വീട്ടമ്മയുടെ മാല കവർന്നു. അറയ്ക്കൽ കുന്നത്ത് വീട്ടിൽ 51 വയസ്സുള്ള ശ്രീജയുടെ 1 പവൻ തൂക്കം വരുന്ന സ്വർണ്ണമാലയാണ് കവർന്നത്. സിസിടിവി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ഊർജിതം. പെരുമ്പിലാവ് സെന്ററിൽ കുടിവെള്ള പൈപ്പ് സ്ഥാപിക്കാൻ ജല അതോറിറ്റി കുഴിച്ച കുഴി KSTPയുടെ കരാറുകാരൻ പ്രവൃത്തി മുഴുവനാകും മുമ്പ് മൂടി. പൈപ്പ് സ്ഥാപിക്കൽ പൂർണ്ണമാകാത്തതിനാൽ കടവല്ലൂർ പഞ്ചായത്തിലെ 500ഓളം കുടുംബങ്ങൾ കുടിവെള്ളം കിട്ടാതെ ബുദ്ധിമുട്ടുന്നത് കണക്കിലെടുക്കാതെയാണ് സർക്കാർ വകുപ്പുകളുടെ വടംവലി. വാർത്തകൾ വിശദമായി. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നിയമം മൂലം നിരോധിച്ച കണ്ണിവലുപ്പം കുറഞ്ഞ വലകൾ ഉപയോഗിച്ച് അനധികൃത മീൻപിടുത്തം നടത്തിയ 2 ബോട്ടുകൾ ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് സംഘം പിടികൂടി. എറണാകുളം സ്വദേശികളുടെ ഉടമസ്ഥതയിലുള്ള ട്രൈറ്റൺ, എലോഹിക എന്നീ ബോട്ടുകളാണ് പിടികൂടിയത്. ബോട്ടിലുണ്ടായിരുന്ന മത്സ്യം മുനയ്ക്കക്കടവ് ഹാർബറിൽ പരസ്യലേലം ചെയ്ത് ലഭിച്ച 3,42,500 രൂപ സർക്കാരിലേക്ക് കണ്ടുകെട്ടി. തൃശൂർ ജില്ലാ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ സീമ നടപടികൾ പൂർത്തിയാക്കി. ട്രൈട്രോൺ ബോട്ടിന് 2.5 ലക്ഷം രൂപയും എലോഹിക്ക ബോട്ടിന് 5 ലക്ഷം രൂപയും പിഴ ഒടുക്കി. കേരള സമുദ്ര മത്സ്യബന്ധന നിയന്ത്രണ നിയമം ലംഘിച്ച് തീരത്തോട് ചേർന്ന് മീൻപിടുത്തം നടത്തിയതിനും കണ്ണി വലിപ്പം കുറഞ്ഞ വലകൾ ഉപയോഗിച്ചതിനും ട്രോളറുകൾക്ക് നിരോധനമുള്ള 20 മീറ്ററിൽ കുറഞ്ഞ ആഴമുള്ള ഭാഗങ്ങളിൽ മീൻപിടുത്തം നടത്തിയതിനുമാണ് പിഴ ചുമത്തിയത്. എലോഹിക്ക ബോട്ട് കരവലി നടത്തിയതിന് 2ാം തവണയാണ് പിടി വീഴുന്നത്. തീരത്തോട് ചേർന്ന് ഇത്തരത്തിൽ വ്യാപകമായി അനധികൃത മീൻപിടുത്തം നടക്കുന്നുണ്ടെന്ന് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ പരാതിപ്പെട്ടിരുന്നു. മറ്റു ജില്ലകളിൽ നിന്നെത്തുന്ന യാനങ്ങളാണ് കൂടുതലായി ഇത്തരത്തിൽ അനധികൃത മീൻപിടുത്തം നടത്തുന്നതെന്ന് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ പറഞ്ഞു. ഫിഷറീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് ഡയറക്ടർ ഗ്രേസി KP, FEO അശ്വിൻ രാജ്, മെക്കാനിക്കുമാരായ കൃഷ്ണകുമാർ, മനോജ്, മറൈൻ എൻഫോഴ്സ്മെന്റ് ആൻഡ് വിജിലൻസ് വിഭാഗം ഓഫീസർമാർ എന്നിവർ അടങ്ങിയ പ്രത്യേക അന്വേഷണ സംഘമാണ് ബോട്ടുകൾ പിടികൂടിയത്. വരും ദിവസങ്ങളിൽ ആഴക്കടലിലും തീരക്കടലിലും ഹാർബറുകളിലും രാത്രിയും പകലും പ്രത്യേക സംഘത്തിന്റെ പരിശോധന ശക്തമാക്കുമെന്നും അനധികൃത മത്സ്യബന്ധനം നടത്തുന്ന യാനങ്ങൾക്കെതിരെ കർശന നിയമ നടപടി സ്വീകരിക്കുമെന്നും തൃശൂർ ജില്ലാ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ സീമ അറിയിച്ചു. ഏകാദശി വിളക്കിന്റെ സുവർണപ്രഭയിൽ കണ്ണൻ സ്വർണ്ണക്കോലത്തിൽ എഴുന്നള്ളി. ഏകാദശി വരെ ഇനി സ്വർണ്ണക്കോലത്തിന്റെ പ്രൗഢിയിലാണ് ഭഗവാന്റെ എഴുന്നള്ളത്ത്. അഷ്ടമി വിളക്ക് തെളിഞ്ഞ 4ാമത്തെ പ്രദക്ഷിണത്തിൽ കൊമ്പൻ ഇന്ദ്രസൻ സ്വർണ്ണക്കോലമേറ്റി. വിഷ്ണു, ചെന്താമരാക്ഷൻ എന്നീ കൊമ്പന്മാർ ഇടംവലം അണിനിരന്ന എഴുന്നള്ളിപ്പിന് പ്രൗഢിയേകി. സ്വർണ്ണക്കോലം എഴുന്നള്ളിച്ചപ്പോൾ ക്ഷേത്രത്തിനകത്ത് തിങ്ങി നിറഞ്ഞ ഭക്തജന സഹസ്രം നാരായണ നാമജപത്താൽ കൈകൂപ്പി തൊഴുതു. ഇടയ്ക്കയും നാഗസ്വരവും അകമ്പടിയായി. നാളെ ക്ഷേത്രത്തിൽ നവമി നെയ്വിളക്കാണ്. കൊളാടി കുടുംബത്തിന്റെ വകയാണ് നവമി നെയ്വിളക്ക് ആഘോഷിക്കുന്നത്. കൊളാടി കുടുംബത്തിലെ ഇപ്പോഴത്തെ കാരണവരായ ഡോക്ടർ ജയകൃഷ്ണന്റെ പേരിലാണ് നവമി വിളക്ക് ആഘോഷിക്കുന്നത്. നവമി വിളക്കിനോടനുബന്ധിച്ച് നവമി നമസ്കാര സദ്യയും ഉണ്ടാകും. പുണ്യപ്രസിദ്ധമായ ഗുരുവായൂർ ഏകാദശിക്ക് ഒരുക്കങ്ങൾ പൂർത്തിയായതായി ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ദേവസ്വം വക ഉദയാസ്തമന പൂജയോടെ തിങ്കളാഴ്ചയാണ് ഏകാദശി ആഘോഷിക്കുന്നത്. ഏകാദശി, ദ്വാദശി, ത്രയോദശി ദിവസങ്ങളിലെ ആഘോഷ പരിപാടികൾക്കായി 80 ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റിനാണ് ദേവസ്വം ഭരണസമിതി അംഗീകാരം നൽകിയത്. ഹരിതചട്ടം പൂർണ്ണമായും പാലിക്കും. 1 ലക്ഷത്തോളം ഭക്തർ എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ദർശനത്തിനായി പൊതുവരിയിൽ നിൽക്കുന്ന ഭക്തർക്ക് പ്രഥമ പരിഗണന നൽകും. രാവിലെ 5 മുതൽ വൈകിട്ട് 5 വരെ VIP ദർശനം അനുവദിക്കില്ല. പ്രദക്ഷിണം, അടിപ്രദക്ഷിണം, ശയനപ്രദക്ഷിണം, ചോറൂൺ കഴിഞ്ഞ കുട്ടികൾക്കുള്ള പ്രത്യേക ദർശനം എന്നിവയും ഉണ്ടാകില്ല. പ്രാദേശികക്കാരുടെയും മുതിർന്ന പൌരന്മാരുടെയും വരി പുലർച്ചെ 4:30 അവസാനിപ്പിക്കും. നേരത്തെ ചീട്ടാക്കിയ 450 പേർക്കൊഴികെ നെയ്വിളക്ക് ദർശനവും ഉണ്ടാകില്ല. ദശമി ദിവസമായ ഞായറാഴ്ച പുലർച്ചെ നിർമ്മാല്യത്തിന് ക്ഷേത്രനട തുറന്നാൽ പൂജകൾക്കല്ലാതെ ദ്വാദശി ദിവസമായ ചൊവ്വാഴ്ച രാവിലെ 8 മണിക്ക് മുമ്പ് അടയ്ക്കില്ല. വർഷത്തിൽ ഈയൊരു ദിവസം മാത്രമാണ് തുടർച്ചയായി 54 മണിക്കൂർ ദർശനം നൽകുന്നത്.
ഗജരാജൻ കേശവൻ അനുസ്മരണവും പഞ്ചരത്ന കീർത്തനാലാപനവും ദശമി ദിവസമായ ഞായറാഴ്ച നടക്കും. ഏകാദശി ദിവസം രാവിലെ 6:30 പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ പാർത്ഥസാരഥി ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിപ്പുണ്ടാകും. ഏകാദശി വിഭവങ്ങളോടുകൂടിയ പ്രസാദഊട്ട് രാവിലെ 9 തുടങ്ങും. ഉച്ചയ്ക്ക് 2 മണിക്ക് പ്രസാദഊട്ടിനുള്ള വരി അവസാനിപ്പിക്കും. ഏകദേശം 60,000-ഓളം ഭക്തർക്കുള്ള വിഭവങ്ങളാണ് തയ്യാറാക്കുന്നത്. തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാട്, ഊരാളൻ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട്, ഭരണസമിതി അംഗം സി മനോജ്, അഡ്മിനിസ്ട്രേറ്റർ OB അരുൺകുമാർ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഏകാദശി ദിവസം ഉദയാസ്തമന പൂജ നടത്തുന്നത് ദൈവഹിതമല്ലെന്ന് ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ പറഞ്ഞു. ഏകാദശി ഒരുക്കങ്ങളുടെ ഭാഗമായി വിളിച്ചു ചേർത്ത വാർത്താസമ്മേളനത്തിനിടെയാണ് ചെയർമാൻ ഇക്കാര്യം അറിയിച്ചത്. സുപ്രീം കോടതി വിധിപ്രകാരമാണ് ഏകാദശി ദിവസം ക്ഷേത്രത്തിൽ ഉദയാസ്തമന പൂജ നടത്തുന്നത്. ദൈവഹിതമല്ലാത്തതിനാൽ പരിഹാരക്രിയ വേണ്ടിവരുമെന്നും അദ്ദേഹം പറഞ്ഞു. തന്ത്രിയുടെ അഭിപ്രായത്തെ തുടർന്ന് ദേവസ്വം കഴിഞ്ഞ വർഷം ഏകാദശിക്ക് ഉദയാസ്തമന പൂജ നടത്തിയില്ല. ഇതേ തുടർന്ന് തന്ത്രി കുടുംബമായ പുഴക്കര ചേനാസ് മനയിലെ ചില അംഗങ്ങൾ ഹൈക്കോടതിയെ സമീപിച്ചു. ഇക്കാര്യത്തിൽ തന്ത്രിയുടെ തീരുമാനം അന്തിമമാണെന്ന നിലപാടോടെ ഹർജി തള്ളി. ഇതേ തുടർന്നാണ് തന്ത്രി കുടുംബം സുപ്രീം കോടതിയെ സമീപിച്ചത്. വൃശ്ചിക ഏകാദശിക്ക് പൂജ നടത്തണമെന്ന് സുപ്രീം കോടതി ഇടക്കാല ഉത്തരവിട്ടു. ഭരണപരമായ സൗകര്യം വെച്ച് തന്ത്രിക്ക് തീരുമാനമെടുക്കാനാകില്ലെന്നും ഉത്തരവിൽ പറഞ്ഞിരുന്നു. ഒരിടക്കാല ഉത്തരവിലൂടെയാണ് ഇത് വന്നിട്ടുള്ളത്. അപ്പോൾ അതിനെന്താണ് പ്രായശ്ചിത്തം ചെയ്യേണ്ടത്, പരിഹാരക്രിയകൾ ചെയ്യേണ്ടതെന്നുള്ളത് അത് എന്ത് ചെയ്യും, ചെയ്യേണ്ടി വരില്ലേ? പക്ഷെ വേണ്ടി വരും. അത് ആലോചിച്ചിട്ട് വേണ്ടത് ചെയ്യാനുമുള്ള ഒരു ധാരണ ആയിട്ടുണ്ട്. അങ്ങനെയാണ്, അത്രയും കാര്യങ്ങളാണ് അതുമായിട്ട് ബന്ധപ്പെട്ട്. ഗുരുവായൂർ ഏകാദശിയോടനുബന്ധിച്ച് പൈതൃകത്തിന്റെ ആഭിമുഖ്യത്തിൽ സാംസ്കാരിക സമ്മേളനവും കർമ്മശ്രേഷ്ഠ പുരസ്കാര സമർപ്പണ ചടങ്ങും ഡിസംബർ 1 വിവിധ പരിപാടികളോടെ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഏകാദശി നാളിൽ രാവിലെ 8 മണി മുതൽ ഗുരുവായൂർ രുക്മിണി റീജൻസിയിലാണ് ചടങ്ങ്. പൈതൃകം കർമ്മശ്രേഷ്ഠ പുരസ്കാരം കൊച്ചിൻ ഷിപ്പ്യാർഡ് ചെയർമാൻ മധു എസ് നായർക്ക് നൽകും. പൊന്നാടയും പ്രശസ്തിപത്രവും ഫലകവും 10,001 രൂപയും അടങ്ങുന്നതാണ് കർമ്മശ്രേഷ്ഠ പുരസ്കാരം. രാവിലെ 9 മണിക്ക് ഗുരുവായൂർ ക്ഷേത്രമൂരാളൻ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് ഭദ്രദീപം തെളിയിച്ച് ആരംഭിക്കുന്ന ഏകാദശി സാംസ്കാരിക സമ്മേളനം കലാമണ്ഡലം വൈസ് ചാൻസലർ ഡോക്ടർ B അനന്തകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. അഡ്വക്കേറ്റ് രവി ചങ്കത്ത് അധ്യക്ഷത വഹിക്കും. സ്വാമി ചിദാനന്ദപുരി മുഖ്യപ്രഭാഷണം നടത്തും. ആധ്യാത്മിക പ്രഭാഷകനും കൊച്ചി അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് റിട്ടയർഡ് പ്രിൻസിപ്പാളുമായ ഡോക്ടർ DM വാസുദേവൻ മുഖ്യാതിഥിയാകും. വൈകിട്ട് 6 മണിക്ക് ഗുരുവായൂർ ദേവസ്വവുമായി സഹകരിച്ച് പൈതൃകത്തിന്റെ നേതൃത്വത്തിൽ ഗുരുവായൂർ ക്ഷേത്ര പരിസരത്ത് കൊല്ലം ചവറ മഹാലക്ഷ്മി വിളക്ക് സമിതിയുടെ ആഭിമുഖ്യത്തിൽ പ്രത്യേക ദീപക്കാഴ്ച ഒരുക്കും. ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ, അഡ്മിനിസ്ട്രേറ്റർ OB അരുൺകുമാർ, ദേവസ്വം മാനേജിംഗ് കമ്മിറ്റി അംഗം C മനോജ് എന്നിവർ ചടങ്ങിൽ പങ്കെടുക്കും. പങ്കെടുക്കുന്ന എല്ലാവർക്കും ഏകാദശി ഭക്ഷണം നൽകുമെന്നും വാർത്താസമ്മേളനത്തിൽ പ്രൊഫസർ വൈശ്രവണത്ത് M നാരായണൻ നമ്പൂതിരി, അഡ്വക്കേറ്റ് രവി ചങ്കത്ത്, അഡ്വക്കേറ്റ് C രാജഗോപാൽ, മധു K നായർ, KK വേലായുധൻ, ഡോക്ടർ KB പ്രഭാകരൻ, മണലൂർ ഗോപിനാഥ്, ശ്രീകുമാർ P നായർ തുടങ്ങിയവർ പങ്കെടുത്തു. പെരുമ്പിലാവ് കൊരട്ടിക്കരയിൽ ബൈക്കിലെത്തിയ സംഘം വീട്ടമ്മയുടെ മാല കവർന്നു. അറയ്ക്കൽ കുന്നത്ത് വീട്ടിൽ 51 വയസ്സുള്ള ശ്രീജയുടെ 1 പവൻ തൂക്കം വരുന്ന സ്വർണ്ണമാലയാണ് ബൈക്കിലെത്തിയ സംഘം കവർന്നത്. വെള്ളിയാഴ്ച രാവിലെ 11:30 അറയ്ക്കൽ കുന്നത്തുകുളം കൊരട്ടിക്കര റോഡിന് സമീപമായിരുന്നു സംഭവം. മാലയുടെ പകുതി ഭാഗമാണ് നഷ്ടപ്പെട്ടത്. പ്രതികളെന്ന് സംശയിക്കുന്നവർ സഞ്ചരിച്ചിരുന്ന CCTV ദൃശ്യങ്ങൾ ലഭിച്ചു. കുന്നംകുളം പോലീസ് എത്തി പ്രതികൾക്കായുള്ള അന്വേഷണം ആരംഭിച്ചു. ഞങ്ങൾ 2 പേര് നടന്നു വരുമ്പോൾ 2 പേര് ബൈക്കിൽ വരുന്ന മാല പൊട്ടിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിൽ ലൈംഗിക മനോരോഗിയെന്നും MLA സ്ഥാനം രാജിവെക്കണമെന്നും ആവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ ചാവക്കാട് ബ്ലോക്ക് കമ്മിറ്റി പ്രതിഷേധം നടത്തി. ഡിവൈഎഫ്ഐ ജില്ലാ ജോയിന്റ് സെക്രട്ടറിയും ബ്ലോക്ക് സെക്രട്ടറിയുമായ എറിൻ ആന്റണി പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു. ഡിവൈഎഫ്ഐ ബ്ലോക്ക് പ്രസിഡന്റും ജില്ലാ കമ്മിറ്റി അംഗവുമായ ഹസൻ മുബാറക് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി ജാബിർ, പ്രജി, അഭിജിത്ത് വിഷ്ണു, അമീറ, സജീർ, മുഹമ്മദ് റിനൂസ് എന്നിവർ സംസാരിച്ചു. വാർത്തയിൽ ഇനി തിരഞ്ഞെടുപ്പ് വിശേഷം. ചാവക്കാട് നഗരസഭ UDF തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ AICC സെക്രട്ടറി TN പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു.
മുനിസിപ്പൽ ചത്തുരത്തിൽ നടന്ന കൺവെൻഷനിൽ കെ വി ഷാനവാസ് അധ്യക്ഷത വഹിച്ചു. കെപിസിസി ജനറൽ സെക്രട്ടറി ഒ അബ്ദുറഹ്മാൻ കുട്ടി, മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് CH റഷീദ്, മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് CA മുഹമ്മദ് റഷീദ്, കേരള കോൺഗ്രസ് തൃശൂർ ജില്ലാ പ്രസിഡന്റ് CV കുര്യാക്കോസ് എന്നിവർ മുഖ്യാതിഥികളായി. CA ഗോപപ്രതാപൻ, KV സത്താർ, ഫൈസൽ കാനാംപുള്ളി, EJ ജോസ്, ബീന രവിശങ്കർ, HM നൌഫൽ, PV ബദറുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു. യോഗത്തിൽ സ്ഥാനാർത്ഥികളെ പരിചയപ്പെടുത്തി. ക്ഷേത്രം സംരക്ഷിക്കാൻ ഭരണപരമായി ചുമതല ഏറ്റെടുത്തവരാണ് ശബരിമലയിലെ സ്വർണം കൊള്ളയടിച്ചതെന്ന് KPCC ഉന്നതാധികാര സമിതി അംഗം ബെന്നി ബെഹന്നാൻ MP. ഐക്യജനാധിപത്യ മുന്നണി ചൂണ്ടൽ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ശബരിമല ക്ഷേത്രത്തിൽ സൂക്ഷിച്ചിരുന്ന സ്വർണം മോഷണം നടത്തിയത് സ്വാമിയായി വന്ന് 18-ാം പടി ചവിട്ടിപ്പോയ ആരെങ്കിലുമല്ല. ക്ഷേത്രം സൂക്ഷിക്കുന്നതിനു വേണ്ടി ഭരണപരമായി ചുമതലപ്പെടുത്തിയ ദേവസ്വം ബോർഡ് അംഗങ്ങളാണ്. വിവാദങ്ങളുണ്ടായപ്പോൾ മുഖ്യമന്ത്രിയും ഗോവിന്ദൻ മാസ്റ്ററും പറഞ്ഞത് ഈ വിഷയവുമായി യാതൊരു ബന്ധമില്ലെന്നാണ്. ആദ്യം പോറ്റിയിൽ ആരംഭിച്ച ചോദ്യം ചെയ്യലും അറസ്റ്റും പല പ്രമുഖരിലേക്കും തിരിഞ്ഞു. അതിലെ പ്രധാനിയായ ഒരാളാണ് പത്തനംതിട്ട ജില്ലയിലെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും സമുന്നതനായ നേതാവായ പത്മകുമാർ. മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളിയെ കൂടി ചോദ്യം ചെയ്യണം. എങ്കിൽ മാത്രമേ ഇതിന്റെ സത്യാവസ്ഥ പുറത്തുവരൂ എന്നാണ് നിലവിലെ അവസ്ഥയെന്നും ബെന്നി ബെഹന്നാൻ കൂട്ടിച്ചേർത്തു. ശബരിമലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ വിശ്വാസ സമൂഹത്തിനെതിരെയുള്ള പ്രശ്നങ്ങളാണ്. ഏതെങ്കിലും ഒരു വ്യക്തി, ഒരു കള്ളൻ അവിടുത്തെ സ്വർണം മോഷ്ടിച്ചതല്ല. ഭരണപരമായ ചുമതലപ്പെടുത്തിയിരിക്കുന്ന ദേവസ്വം ബോർഡ് അംഗങ്ങളാണ് ശബരിമലയിൽ നിന്നും സ്വർണം മോഷ്ടിച്ചതിനെ കുറിച്ച് വിവാദമുണ്ടായപ്പോൾ ആദ്യം ബഹുമാനായ മുഖ്യമന്ത്രിയും പ്രിയങ്കരനായ ശ്രീ ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞതെന്താ? അവർ ഞങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അവ പോറ്റി ആരാന്ന് ചോദിച്ചു. ഏത് പോറ്റിയുമായിട്ട് ഞങ്ങൾ ബന്ധമില്ല. പത്മകുമാറിനെ ചോദ്യം ചെയ്യുന്നു. പത്മകുമാർ എന്താ പറയുന്നത്? എന്നെ മാത്രം പിടിച്ചാൽ പോരാ, കടകംപള്ളിയെ കൂടി പിടിച്ചാലാണ് ഇതിന് സത്യാവസ്ഥ പുറത്തു വരുമെന്ന്. അപ്പോൾ എവിടെ നിന്ന് തുടങ്ങി എങ്ങോട്ട് പോകുന്നു? ഈ സംസ്ഥാനത്തെ ജനങ്ങളുടെ ക്ഷേത്രങ്ങളും പള്ളിയാണെങ്കിലും അമ്പലമാണെങ്കിലും ആരാധനാലയത്തിന്റെ മുതലുകൾ മോഷ്ടിക്കപ്പെടുന്ന സാഹചര്യം എങ്ങനെ ഈ സംസ്ഥാനത്തുണ്ടായി? കാഴ്ചപ്പാടുണ്ട്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വൈകാരികമായ മൂലധനമാണ് ആരാധനാലയങ്ങൾ. കേച്ചേരി സിറ്റി മഹൽ ഓഡിറ്റോറിയത്തിൽ നടന്ന കൺവെൻഷനിൽ KPCC സെക്രട്ടറി CC ശ്രീകുമാർ അധ്യക്ഷനായി. കോൺഗ്രസ് ജില്ലാ മുൻ അധ്യക്ഷൻ PA മാധവൻ, CMP സംസ്ഥാന സെക്രട്ടറി PRN നമ്പീശൻ, കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് CV കുര്യാക്കോസ്, മുസ്ലിം ലീഗ് ചൂണ്ടൽ മണ്ഡലം സെക്രട്ടറി VU മുസ്തഫ, CMP ഏരിയ സെക്രട്ടറി KS ബെന്നി, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് RM ബഷീർ, പാവർട്ടി ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് P മാധവൻ, കേരള കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി CT പോൾ എന്നിവർ സംസാരിച്ചു. ജില്ലാ പഞ്ചായത്ത് ചൂണ്ടൽ മുല്ലശ്ശേരി ഡിവിഷൻ UDF സ്ഥാനാർത്ഥികളായ ലീല രാമകൃഷ്ണൻ, OJ ഷാജൻ മാസ്റ്റർ, ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വെള്ളറക്കാട് കേച്ചേരി ചൂണ്ടൽ ഡിവിഷൻ സ്ഥാനാർത്ഥികളായ ആൻഡോ പോൾ, സ്മിത സന്തോഷ്, അഡ്വക്കേറ്റ് അഖിൽ ബാബുരാജ് എന്നിവരെയും ഗ്രാമപഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന 20 സ്ഥാനാർത്ഥികളെയും കൺവെൻഷനിൽ ഖദർഷാൾ അണിയിച്ച് സ്വീകരിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് CCTV നടത്തുന്ന ജനകീയം 2025 തത്സമയ സംവാദത്തിൽ കണ്ടാണിശ്ശേരി പഞ്ചായത്ത് പ്രതിനിധികൾ പങ്കാളികളായി. കഴിഞ്ഞ 5 വർഷം നടത്തിയ വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ചയിൽ ഭരണം നിലനിർത്തുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന മിനി ജയൻ പറഞ്ഞു. സ്വജനപക്ഷപാതം നിറഞ്ഞ ഭരണത്തിൽ നാടിന് ഗുണപ്രദമായ ഒന്നും ഉണ്ടായില്ലെന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന PV നിവാസ് കുറ്റപ്പെടുത്തി. CCTV ന്യൂസ് ചീഫ് റിപ്പോർട്ടർ ജോസ് മാളിയേക്കൽ മോഡറേറ്ററായി. കണ്ടാണിശ്ശേരി പഞ്ചായത്ത് പ്രതിനിധികൾ പങ്കെടുത്ത സംവാദത്തിന്റെ പുനഃസംപ്രേഷണം ഇന്ന് രാത്രി 10:30 കാണാം. കടവല്ലൂർ, ചാലിശ്ശേരി പഞ്ചായത്ത് പ്രതിനിധികൾ പങ്കെടുക്കുന്ന സംവാദം ശനിയാഴ്ച നടക്കും. ലൈഫ് ഭവന പദ്ധതിയിൽ പട്ടികജാതി വിഭാഗത്തിൽ ഉൾപ്പെടുന്ന എല്ലാ ഗുണഭോക്താക്കൾക്കും നമുക്ക് വീട് കൊടുക്കാനായിട്ട് സാധിച്ചു. അതുപോലെ തന്നെ അതിദരിദ്ര മുക്ത ഗ്രാമപഞ്ചായത്തായി പ്രഖ്യാപിച്ചു. നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ പഴയ ഓഫീസ് ഏകദേശം 61 വർഷം പഴക്കമുള്ള ഗ്രാമപഞ്ചായത്ത് ഓഫീസ് പുതിയൊരു സ്ഥലത്തേക്ക് മാറ്റി നൂതനമായിട്ടുള്ള സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള സേവനങ്ങൾ വളരെ സുതാര്യമായി നമുക്ക് ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള സംവിധാനത്തിലേക്ക് ഇപ്പോൾ ഓഫീസ് മാറിക്കഴിഞ്ഞു. വിവേചനം കൃത്യമായിട്ട് കാണിക്കുന്ന തരത്തിലുള്ള ഭരണമാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. ബിൽഡിങ്ങിൻ്റെ ഇത് കണ്ടു കഴിഞ്ഞാൽ 2014 അതിൻ്റെ നിർമ്മാണോദ്ഘാടനം കഴിഞ്ഞത്. അന്ന് കാണിച്ച രീതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പണി തീർത്ത് ഇപ്പോൾ വളരെ ശോചനീയമായ രീതിയിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ജീവനക്കാർ നെട്ടോട്ടോടുക. അവിടെ ഒരു മീറ്റിംഗ് ഹാളുണ്ട്, ഒരു ഹാളില്ല. അങ്ങനെ വികലമായിട്ട് പാർക്കിങ്ങിൻ്റെ സ്ഥലത്താണ് റൂമുകൾ പണിതിട്ടത്. അത് കാരണം ഒരു വായുസഞ്ചാരമില്ല. അങ്ങനെ
എന്തിനോ വേണ്ടിയിട്ട് കാട്ടിക്കൂട്ടി തിളയ്ക്കുന്ന സാമ്പാറായിട്ട് മാറ്റി തിളക്കുന്ന ഒരു ഭരണമാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. കമ്മ്യൂണിസ്റ്റുകാർ പോലും UDF വോട്ട് ചെയ്യുന്ന തെരഞ്ഞെടുപ്പായി ത്രിതല തെരഞ്ഞെടുപ്പ് മാറുമെന്ന് AICC സെക്രട്ടറി TN പ്രതാപൻ. പാവർട്ടിയിൽ നടന്ന UDF സ്ഥാനാർത്ഥി സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. 9.5 വർഷത്തെ പിണറായി ഭരണത്തിൽ വീർപ്പുമുട്ടിയ ജനവിഭാഗങ്ങളും ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള നടത്തിയ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾക്കെതിരെയും വോട്ട് രേഖപ്പെടുത്താൻ മതേതര വിശ്വാസികളും തയ്യാറായ തെരഞ്ഞെടുപ്പാണിതെന്നും പ്രതാപൻ കൂട്ടിച്ചേർത്തു. ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി ശ്രീഷ്മ ബാബുരാജിന്റെയും കിഴക്കൻ മേഖലയിലെ 6 ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥികളുടെയും 30 പഞ്ചായത്ത് വാർഡ് സ്ഥാനാർത്ഥികളുടെയും സ്ഥാനാർത്ഥി സംഗമമാണ് പാവർട്ടി ജോളി വില്ലയിൽ നടന്നത്. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റും ജില്ലാ ഡിവിഷൻ ചെയർമാനുമായ CJ സ്റ്റാൻലി അധ്യക്ഷനായി. മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് CH റഷീദ് മുഖ്യപ്രഭാഷണം നടത്തി. മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് CA മുഹമ്മദ് റഷീദ്, DCC സെക്രട്ടറിമാരായ PK രാജൻ, സിജു പാവർട്ടി, ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് മുഹമ്മദ് ഗസാലി, UDF നേതാക്കളായ ഉമ്മർ, NJ ലിയോ, PJ ജോസ്, OJ ഷാജൻ, ജെറോം ബാബു, PB ഗിരീഷ് തുടങ്ങിയവർ സംസാരിച്ചു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗുരുവായൂർ നഗരസഭ വനിതാ കൺവെൻഷൻ നടന്നു. രുക്മിണി റീജൻസിയിൽ മുൻ MLA ഗീതാ ഗോപി ഉദ്ഘാടനം ചെയ്തു. മഹിളാ അസോസിയേഷൻ ചാവക്കാട് ഏരിയ ജോയിന്റ് സെക്രട്ടറി വിബിത മോഹനൻ അധ്യക്ഷത വഹിച്ചു. CPIM ജില്ലാ കമ്മിറ്റി അംഗം C സുമേഷ്, ഗീതാ രാജൻ, അനീഷ്മ ഷനോജ്, ലോക്കൽ സെക്രട്ടറി KR സൂരജ്, സിന്ധു ബാബു, സത്യഭാമ എന്നിവർ സംസാരിച്ചു. കടപ്പുറം പഞ്ചായത്ത് UDF തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ AICC സെക്രട്ടറി TN പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. ഇത്തവണ പ്രതിപക്ഷമില്ലാത്ത തദ്ദേശ സ്ഥാപനമായി കടപ്പുറം മാറുമെന്ന് പ്രതാപൻ പറഞ്ഞു. സുബൈർ തങ്ങൾ അധ്യക്ഷത വഹിച്ചു. CH റഷീദ് മുഖ്യാതിഥിയായി. CA മുഹമ്മദ് റഷീദ്, KR ഹാർവോൺ റഷീദ്, KD വീരമണി എന്നിവർ സംസാരിച്ചു. UDF സ്ഥാനാർത്ഥികളെ ഹാരമണിയിച്ച് സ്വീകരിച്ചു. ഇനി ദേശചരിതം. ടിപ്പുവിന്റെ പടയോട്ടം കണ്ട ചാവക്കാടിന്റെ മണ്ണിൽ വീറും വാശിയും നിറയുന്ന രാഷ്ട്രീയ പോരാട്ടത്തിനാണ് ഇക്കുറി കളമൊരുങ്ങുന്നത്. 2 പതിറ്റാണ്ടായുള്ള വിജയമേധം തുടരാൻ ഇടതുപക്ഷവും നഷ്ടപ്രതാപം തിരിച്ചുപിടിക്കാൻ ഐക്യജനാധിപത്യ മുന്നണിയും ശക്തമായ സാന്നിധ്യമാകാൻ BJPയും കച്ചകെട്ടിയിറങ്ങുമ്പോൾ പ്രവചനാതീതമാകും മത്സരമെന്ന് തീർച്ചയാണ്. 1980-ലാണ് പഞ്ചായത്തായിരുന്ന പ്രദേശം നഗരസഭയായി മാറുന്നത്. K. ബീരു സാഹിബായിരുന്നു ആദ്യ ചെയർമാൻ. 12.41 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള നഗരസഭയിൽ 32 വാർഡുകളാണുണ്ടായിരുന്നത്. ഇക്കുറി വാർഡ് വിഭജനത്തെ തുടർന്ന് 33 വർദ്ധിച്ചിട്ടുണ്ട്. 2005 മുതൽ 2025 വരെയുള്ള 2 പതിറ്റാണ്ടിൽ തുടർച്ചയായി ഇടതുപക്ഷത്തിന്റെ കരുത്തുറ്റ കോട്ടയാണ് ഈ നഗരസഭാ പ്രദേശം. 2005-ൽ ചെയർമാനായിരുന്ന KP വത്സലൻ 2006 ഏപ്രിൽ 16-ന് കുത്തേറ്റ് മരിച്ചതിനെ തുടർന്ന് MR രാധാകൃഷ്ണൻ സാരഥ്യമേറ്റെടുത്തു. പിന്നീട് 2010-ലും CPM ഭരണം തുടർന്നു. AK സതീരത്നം നഗരഭരണം നയിച്ചു. 2015-ലും ഭരണമാറ്റമുണ്ടായില്ല. ഇപ്പോഴത്തെ MLA NK അക്ബർ ആയിരുന്നു അക്കാലത്ത് ചാവക്കാടിന്റെ ഭരണത്തിന് ചുക്കാൻ പിടിച്ചത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2020-ൽ ചെങ്കൊടിയെ കൈവിട്ടില്ല ചാവക്കാടിന്റെ മണ്ണ്. ഷീജ പ്രശാന്ത് നഗരമാതാവായി ഭരണം നയിച്ചു. നിലവിൽ LDF-ന് 23 സീറ്റും UDF-ന് 9 സീറ്റുമാണ് ഉണ്ടായിരുന്നത്. BJPക്ക് പ്രാതിനിധ്യമുണ്ടായിരുന്നില്ല. മികച്ച വികസന പ്രവർത്തനങ്ങൾ നടത്തിയെന്ന ആത്മവിശ്വാസവുമായി തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതെന്ന് ഭരണപക്ഷം പറയുന്നു. ഭരണസമിതിയുടെ കഴിഞ്ഞ 5 വർഷക്കാലം ചാവക്കാട് നഗരസഭാ പ്രദേശത്തെ സമഗ്രമായ വികസനവും അതോടൊപ്പം പൊതുജനങ്ങളുടെ ആകെ ക്ഷേമവും മുൻനിർത്തിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ കാഴ്ചവെച്ചത്. എല്ലാ മേഖലയിലും ആവശ്യമായിട്ടുള്ള എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും മെച്ചപ്പെടുത്തുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ആരോഗ്യ മേഖലയിൽ ചാവക്കാട് താലൂക്ക് ആശുപത്രി വികസനം ഏറ്റവും മാതൃകാപരമായി തന്നെ നടപ്പിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം ചാവക്കാട് നഗരസഭയുടെ കിഴക്കൻ പ്രദേശത്തും പടിഞ്ഞാറൻ പ്രദേശത്തുമായി ഓരോ ഹെൽത്ത് വെൽനസ് സെൻ്ററുകൾ പ്രവർത്തനം ആരംഭിക്കാൻ സാധിച്ചു. കൂടാതെ വിദ്യാഭ്യാസ മേഖലയിലും നഗരസഭാ പ്രദേശത്തെ എല്ലാ വിദ്യാലയങ്ങളിലും ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പാടാക്കുന്നതിനും അതോടൊപ്പം കുട്ടികളുടെ നൈപുണ്യ വികസനത്തിനായിട്ടുള്ള ഒട്ടേറെ പ്രവർത്തനങ്ങളും കാഴ്ചവെക്കുകയുണ്ടായി. വർണ്ണക്കൂടാരം പോലുള്ള
നൈപുണ്യ വികസനത്തിന് ആവശ്യമായിട്ടുള്ള ഒട്ടനവധി പ്രവർത്തനങ്ങൾ നടപ്പിലാക്കി. വനിതകൾക്ക് വേണ്ടിയും ഒട്ടനവധി പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. വനിതാ ജിം ഉൾപ്പെടെ 2 ഹെൽത്ത് വെൽനസ് സെൻ്ററുകളിലും വനിതാ ക്ലിനിക്കുകളും അതോടൊപ്പം തന്നെ നമുക്ക് ആരംഭിക്കാൻ സാധിച്ചിട്ടുണ്ട്. വനിതാ സൗഹൃദ നഗരസഭ എന്ന രീതിയിലും വയോജന സൗഹൃദ നഗരസഭ എന്ന രീതിയിലും ഭിന്നശേഷിക്കാർക്കായി പ്രത്യേക പദ്ധതികൾ രൂപീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന നഗരസഭ എന്ന രീതിയിലും നമുക്ക് മുന്നേറാൻ സാധിച്ചിട്ടുണ്ട്. തുടർന്നും ഈ കൗൺസിലിന് ഒരു നല്ല രീതിയിലുള്ള തുടർച്ച ഉണ്ടാകും. ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ തന്നെയാണ് ഈ 5 വർഷക്കാലം കൊണ്ട് ഈ ഭരണസമിതി നടത്തിയിട്ടുള്ളത് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. താലൂക്ക് ആശുപത്രി വികസനം ഉൾപ്പെടെ ആരോഗ്യമേഖലയിൽ വലിയ മുന്നേറ്റമുണ്ടാക്കി. വിദ്യാഭ്യാസ മേഖലയിൽ സ്കൂളുകളിൽ പുതിയ കെട്ടിടം ഉൾപ്പെടെ പണി തീർത്തു. അമൃത് പദ്ധതി പ്രകാരം 5000 കുടുംബങ്ങൾക്ക് കുടിവെള്ളം എത്തിച്ചു. ലൈഫ് ഭവന പദ്ധതി പ്രകാരം നിരവധി വീടുകൾ അർഹരായവർക്ക് നിർമ്മിച്ചു നൽകി. തുടങ്ങിയവ ചൂണ്ടിക്കാട്ടിയാണ് ഇടതുപക്ഷം വോട്ട് തേടുന്നത്. നഗരസഭയുടെ പടിഞ്ഞാറൻ മേഖലയിലുള്ള ആധിപത്യം തന്നെയാണ് CPM-ന് ആത്മവിശ്വാസത്തിന്റെ കാതൽ. എന്നാൽ തുടർച്ചയായ 20 വർഷത്തെ ഭരണം നഗരസഭയിൽ വികസന മുരടിപ്പാണ് ഉണ്ടാക്കിയതെന്ന് UDF കുറ്റപ്പെടുത്തുന്നു. കേരളത്തിൽ ടൗൺ ഹാളില്ലാത്ത ഏക നഗരസഭയാണ് ചാവക്കാട്. സ്റ്റേഡിയം ഇതുവരെയും നിർമ്മിച്ചിട്ടില്ല. ടൂറിസത്തിന് ഏറെ പ്രാധാന്യമുള്ള മേഖലയിൽ ബീച്ച് കേന്ദ്രീകരിച്ച് ഉൾപ്പെടെ കാര്യമായ വികസനം കൊണ്ടുവന്നില്ല. നാടിന്റെ നെല്ലറ എന്നറിയപ്പെടുന്ന മുട്ടിൽ പാടശേഖരം 2 വർഷമായി കൃഷി ചെയ്യുന്നില്ല തുടങ്ങിയവ ഭരണസമിതിയുടെ വീഴ്ചയെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തുന്നു. വലിയ പ്രഖ്യാപനങ്ങൾ നടത്തിയ ഒരു കൗൺസിലാണ് ചാവക്കാട് നഗരസഭയുടെ ഈ കൗൺസിൽ. ഈ കൗൺസിലിൻ്റെ കാലഘട്ടത്തിൽ ഒരു പദ്ധതിയും ജനങ്ങൾക്ക് ഗുണകരമായ രീതിയിൽ നടത്തിയില്ല എന്ന ഒരു ചീത്തപ്പേരോടു കൂടിയാണ് ഞങ്ങൾ കൗൺസിലർമാർ ഈ കൗൺസിൽ അവസാനിപ്പിച്ച് പോകുന്നത്. തനത് വരുമാനം ഏറ്റവും കുറവുള്ള നഗരസഭയാണ് ചാവക്കാട് നഗരസഭ. കേരളത്തിൽ വെച്ച് തന്നെ തനത് വരുമാനം ഏറ്റവും കുറവുള്ള നഗരസഭയാണ് ചാവക്കാട് നഗരസഭ. തനത് വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ട യാതൊരു നടപടികളും ഈ നഗരസഭ സ്വീകരിച്ചില്ല. തന്മൂലം ഓരോ വാർഡുകളിലെയും റോഡുകളും അതുപോലെ തന്നെ മഴക്കാലമായാൽ വെള്ളം ഒഴുക്കിവിടുന്നതിന് വേണ്ടിയിട്ടുള്ള കാനകളും പണിയുന്നതിന് ഫണ്ടില്ല എന്ന അവസ്ഥയിലാണ് ഈ കൗൺസിൽ മുന്നോട്ട് പോകുന്നത്. ഈ കൗൺസിലിൻ്റെ കാലത്ത് പ്രഖ്യാപിച്ച വലിയൊരു പദ്ധതിയായിരുന്നു നിലവ് പദ്ധതി. ആ നിലവ് പദ്ധതി ഇപ്പോൾ പ്രകാശിക്കാത്ത പദ്ധതിയായി മാറിയിരിക്കുക. കഴിഞ്ഞ 20 ദിവസമായി കോൺട്രാക്ടർക്ക് കാശ് കൊടുക്കാനില്ലാത്തത് കാരണം സ്ട്രീറ്റ് ലൈറ്റുകളുടെ മെയിൻ്റനൻസ് കൃത്യമായി നടക്കുന്നില്ല. എല്ലാ മേഖലയും തകർത്തുകൊണ്ടാണ് ഈ കൗൺസിൽ മുന്നോട്ട് പോയിട്ടുള്ളത്. ഒരു വികസനവുമില്ലാതെ സാധാരണക്കാരെ കൂടുതൽ ദുരിതത്തിലേക്ക് തള്ളിയിട്ട ഒരു കൗൺസിലാണ് ചാവക്കാട് നഗരസഭയുടെ ഈ കൗൺസിൽ. ഈ കൗൺസിലാണ് കേരളത്തിലെ മികച്ച കൗൺസിലായി മാറേണ്ടത്. കാരണം 20 വർഷത്തെ തുടർഭരണവും അതോടൊപ്പം തന്നെ നിയോജക മണ്ഡലത്തിൻ്റെ MLA ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ MLA ആയിരുന്ന് 20 വർഷവും കിട്ടിയിട്ട് പോലും അതിൻ്റെ ഒരു മാറ്റമുണ്ടാക്കാൻ ഈ ചാവക്കാടിന് കഴിഞ്ഞില്ല എന്ന ദുഃഖത്തോടു കൂടിയാണ് ഈ കൗൺസിൽ അവസാനിക്കുന്നത്. നഗരസഭയ്ക്ക് ഓഫീസ് കെട്ടിടവും പശ്ചാത്തല സൗകര്യവും വേണ്ടത്രയില്ലെന്നും അറവുശാലയുടെ പ്രവർത്തനമില്ലെന്നും പൂക്കുളം പദ്ധതി നടപ്പായില്ലെന്നും മുട്ടിൽ ഫ്ളാറ്റ് സമുച്ചയം പ്രാവർത്തികമാക്കിയില്ലെന്നും UDF ആരോപിക്കുന്നു. തദ്ദേശ ഭരണം, MLA, സംസ്ഥാന ഭരണം എന്നിവയിലെ ഏകീകരണ സ്വഭാവത്തിൽ നടപ്പാക്കിയ വികസനത്തിന്റെ കരുത്തിൽ ഭരണ തുടർച്ച LDF ഉറപ്പിക്കുമ്പോൾ തുടർച്ചയായ ഭരണത്തിലെ വികസന മുരടിപ്പ് ചൂണ്ടിക്കാട്ടി ഭരണം തിരിച്ചുപിടിക്കുമെന്ന് UDF-ഉം അവകാശപ്പെടുന്നു. ചില വാർഡുകളിലെങ്കിലും നിർണായക സാന്നിധ്യമാകാനുള്ള ഒരുക്കത്തിലാണ് BJP. മറ്റു വാർത്തകളിലേക്ക്. പെരുമ്പിലാവ് സെന്ററിൽ കുടിവെള്ള പൈപ്പ് സ്ഥാപിക്കാൻ ജല അതോറിറ്റി കുഴിച്ച കുഴി പണി മുഴുവനാകും മുൻപ് KSTP-യുടെ കരാറുകാരൻ മൂടി. പൈപ്പ് സ്ഥാപിക്കൽ പൂർണ്ണമാകാത്തതിനാൽ കടവല്ലൂർ പഞ്ചായത്തിലെ 500ഓളം കുടുംബങ്ങൾ കുടിവെള്ളം കിട്ടാതെ ബുദ്ധിമുട്ടുന്നത് കണക്കിലെടുക്കാതെയാണ് സർക്കാർ വകുപ്പുകളുടെ വടംവലി. റോഡരികിൽ നിരത്തിയ കരിങ്കലടിത്തറയായ GSBയിൽ മണ്ണ് കലർന്നതാണ് KSTP-യെ ചൊടിപ്പിച്ചത്. കേടുവന്ന GSBക്ക് നഷ്ടപരിഹാരം നൽകണം എന്നാണ് ആവശ്യം. സംസ്ഥാന പാതയുടെ പണികൾ തുടങ്ങിയതു മുതൽ KSTP-യും ജല അതോറിറ്റിയും തമ്മിൽ പ്രശ്നങ്ങളുണ്ട്. KSTP-യുടെ ചുമതലയിലുള്ള സംസ്ഥാന പാതയുടെ ഭാഗത്ത് പണികൾ നടത്തുമ്പോൾ KSTP-യിൽ നിന്ന് അനുമതി വാങ്ങണമെന്നാണ് ചട്ടം എന്ന് അവരുടെ ഉദ്യോഗസ്ഥർ പറയുന്നു. പെരുമ്പിലാവിൽ കുഴി കുഴിക്കാൻ അനുമതി വാങ്ങിയിരുന്നില്ലെന്നാണ് വാദം. സംസ്ഥാന പാത നവീകരണത്തിന്റെ ഭാഗമായി ജല അതോറിറ്റിയുടെയും KSTP-യുടെയും ജോലികൾ ഈ ഭാഗത്ത് നടത്തുന്നുണ്ട്. മാറ്റിസ്ഥാപിച്ച തൃത്താല കുടിവെള്ള പദ്ധതിയുടെ പ്രധാന പൈപ്പുകളുടെ ജംഗ്ഷനുകളിൽ
കണക്ഷൻ നൽകുന്ന ജോലികളാണ് ജല അതോറിറ്റിയുടെ ഭാഗത്ത് ബാക്കിയുള്ളതെന്ന് പറയുന്നു. ഈ കണക്ഷനുകൾ പുനഃസ്ഥാപിക്കാൻ വൈകുന്നതിനാൽ ഒട്ടേറെ പേരാണ് കുടിവെള്ളക്ഷാമം നേരിടുന്നത്. കൊരട്ടിക്കര, കടവല്ലൂർ, വട്ടമാവ് തുടങ്ങിയ മേഖലകളിൽ പ്രശ്നം രൂക്ഷമാണ്. കിണറുകൾ ഇല്ലാത്തതിനാൽ ഭൂരിഭാഗം പേരും പൈപ്പ് വെള്ളമാണ് ആശ്രയിക്കുന്നത്. 2 മാസത്തിലേറെയായി ഈ ഭാഗങ്ങളിലേക്ക് ജല അതോറിറ്റിയുടെ വെള്ളം ലഭിക്കുന്നില്ല. മഴക്കാലം കഴിഞ്ഞതോടെ മറ്റു കുടിവെള്ള സ്രോതസ്സുകളിലും ജലലഭ്യത കുറഞ്ഞു. ലോറികളിൽ എത്തിക്കുന്ന വെള്ളമാണ് നിലവിൽ പലരും ആശ്രയിക്കുന്നത്. കുടിവെള്ള വിതരണം വൈകുന്നതിൽ പ്രതിഷേധിച്ച് സ്ത്രീകൾ അടക്കമുള്ള ആളുകൾ പരാതിയുമായി പഞ്ചായത്തിലും ജല അതോറിറ്റി ഓഫീസിലും എത്തുന്നുണ്ട്. നാട്ടുകാരുടെ പ്രതിഷേധം ശക്തമായതോടെ ജല അതോറിറ്റി ഉദ്യോഗസ്ഥർ കരാറുകാരനെ യുദ്ധകാലാടിസ്ഥാനത്തിൽ ജോലികൾ പൂർത്തിയാക്കാൻ കാസർകോട് നിന്നും വിളിച്ചു വരുത്തുകയായിരുന്നു. പെരുമ്പിലാവ് അൻസാർ സ്കൂളിന് സമീപവും പെട്രോൾ പമ്പിന് സമീപവും പ്രിയദർശിനി നഗറിന് സമീപവുമായി 3 സ്ഥലങ്ങളിലാണ് കണക്ഷൻ നൽകാനുള്ളത്. അടുത്ത മാസം 8ഓടെ പണി പൂർത്തിയാക്കാനായിരുന്നു പദ്ധതി. തർക്കം പരിഹരിക്കുന്നതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് ജല അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും അസിസ്റ്റന്റ് എഞ്ചിനീയറും KSTP ഉദ്യോഗസ്ഥനും സംഭവസ്ഥലത്തെത്തി കടവല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് PA രാജേന്ദ്രന്റെ സാന്നിധ്യത്തിൽ ചർച്ച നടത്തി. ബാംഗ്ലൂരിൽ കുളിമുറിയിൽ വീണ് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന എരുമപ്പെട്ടി സ്വദേശിയായ യുവാവ് മരിച്ചു. തിപ്പല്ലൂർ ചിറ്റിലപ്പള്ളി പരേതനായ സേവിയർ മകൻ 29 വയസ്സുള്ള സനുവാണ് മരിച്ചത്. കഴിഞ്ഞ ചൊവ്വാഴ്ച പുലർച്ചെയാണ് കുളിമുറിയിൽ വീണത്. ഗുരുതരമായി പരിക്കേറ്റ സനുവിനെ നാട്ടിലേക്ക് കൊണ്ടുവരികയും തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിൽ ചികിത്സയിലുമായിരുന്നു. തുടർന്ന് ഇന്നലെ രാത്രിയോടെ മരണം സംഭവിച്ചു. പിതാവ് സേവിയറിന്റെ മരണത്തെ തുടർന്ന് കഴിഞ്ഞയാഴ്ച നാട്ടിൽ വന്നിരുന്നു. MBA പഠനം പൂർത്തിയാക്കി ജോലിയിൽ പ്രവേശിച്ചിരുന്നു. തലക്കോട്ടുകര വിദ്യ എഞ്ചിനീയറിംഗ് കോളേജ് സംഘടിപ്പിച്ച സൈപ്ലൈ സയൻസ് മാത്സ് പ്രൊജക്ട് എക്സിബിഷൻ ശ്രദ്ധേയമായി. വിജ്ഞാനത്തിന്റെ പുതിയ വാതായനങ്ങൾ തുറന്ന ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച സൈപ്ലൈ സയൻസ് മാത്സ് പ്രൊജക്ട് എക്സിബിഷനിൽ അയ്യന്തോൾ അമൃത വിദ്യാലയത്തിലെ വിദ്യാർത്ഥികൾ 1ാം സ്ഥാനം നേടി. ഏറ്റവും സജീവമായി പങ്കെടുത്ത വിദ്യാർത്ഥികൾക്കായി നൽകുന്ന ട്രോഫിയും അമൃത വിദ്യാലയം കരസ്ഥമാക്കി. കുന്നംകുളം ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ 2ാം സ്ഥാനം നേടി. വിജയികൾക്കായി 65,000 രൂപയുടെ ക്യാഷ് പ്രൈസും പ്രശസ്തിപത്രവും പ്രിൻസിപ്പൽ ഡോക്ടർ C. സുനിത വിതരണം ചെയ്തു. പ്രോഗ്രാം കൺവീനർമാരായ ഡോക്ടർ നിഷ, ദിവ്യ ഉണ്ണി, TP നവീൻ, KR രമ്യ എന്നിവർ നേതൃത്വം നൽകി. സ്റ്റിൽ, വർക്കിംഗ് മോഡൽ വിഭാഗങ്ങളിൽ സയൻസ്, മാത്സ്, ക്രാഫ്റ്റ് മേഖലയിൽ ഉൾപ്പെടുത്തിയ 40ഓളം സ്കൂളുകളിൽ നിന്നായി 260ലധികം ഫൈനൽ അർഹത നേടിയ പ്രോജക്റ്റുകളിൽ 500ലധികം വിദ്യാർത്ഥികൾ മത്സരിച്ചു. ആരോഗ്യം, കൃഷി, കമ്പ്യൂട്ടേഷണൽ തിങ്കിംഗ്, പരിസ്ഥിതി, ആശയവിനിമയം, ഗതാഗതം, വേസ്റ്റ് മാനേജ്മെന്റ്, ഓർഗാനിക് ഫാമിംഗ്, ഗവേഷണ അധിഷ്ഠിത പ്രോജക്റ്റുകൾ, മാത്തമെറ്റിക്കൽ മോഡലിംഗ് തുടങ്ങിയ വിഷയങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള നൂതന പ്രോജക്റ്റുകൾ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ചു. നമ്പഴിക്കാട് നാടകപ്പാട്ടറയുടെ കലാകാരന്മാർക്ക് ആദരവുമായി DYFI. നമ്പഴിക്കാട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന നാടകപ്പാട്ടറയിലുള്ള കലാകാരന്മാരെയാണ് DYFIയുടെ നേതൃത്വത്തിൽ ആദരിച്ചത്. DYFI തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗവും കുന്നംകുളം ഈസ്റ്റ് ബ്ലോക്ക് സെക്രട്ടറിയുമായ KA സൈഫുദ്ദീന്റെ നേതൃത്വത്തിലാണ് ആദരം സംഘടിപ്പിച്ചത്. കേരളത്തിൽ തന്നെ നാടക ചർച്ചകളിൽ നാടകപ്പാട്ടറയും നമ്പഴിക്കാടും അടയാളപ്പെടുത്തുന്ന കാലമാണ് വരാനിരിക്കുന്നതെന്ന് സൈഫുദ്ദീൻ പറഞ്ഞു. സംസ്ഥാന കലോത്സവത്തിൽ പങ്കെടുക്കാൻ അർഹത നേടിയ നാടകപ്പാട്ടറയിലെ കലാകാരന്മാരായ കുട്ടികളെ DYFI നേതാക്കൾ അഭിനന്ദിച്ചു. DYFI മറ്റ് മേഖലാ ഭാരവാഹികളായ ശരത് രാമനുണ്ണി, വിനോദ് എന്നിവരും ചടങ്ങിൽ സംബന്ധിച്ചു. എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ശുചിമുറി കെട്ടിടത്തിന് നേരെ സാമൂഹ്യ വിരുദ്ധരുടെ ആക്രമണം. ദിവസങ്ങൾക്ക് മുമ്പ് ഉദ്ഘാടനം കഴിഞ്ഞ ടോയ്ലറ്റ് ബ്ലോക്കാണ് നശിപ്പിച്ചത്. ജില്ലാ പഞ്ചായത്തിന്റെ 15 ലക്ഷം രൂപ ഉപയോഗപ്പെടുത്തിയാണ് പുതിയ സംവിധാനം ഒരുക്കിയത്. സീലിംഗുകളും ടാപ്പുകളും അടിച്ചു തകർത്ത് ഇരിക്കുകയാണ്. പരിസരത്തെ നിരീക്ഷണ ക്യാമറയും നശിപ്പിച്ചിട്ടുണ്ട്. സ്കൂൾ അധികൃതർ എരുമപ്പെട്ടി പോലീസിൽ പരാതി നൽകി. സുഹൃത്തിന്റെ ജൈവകൃഷി കാണാൻ മലങ്കര ഓർത്തഡോക്സ് സഭ കുന്നംകുളം ഭദ്രാസനാധിപൻ ഡോക്ടർ മാർ ഗീവർഗീസ് യൂലിയോസ് മെത്രാപ്പോലീത്ത കാഞ്ഞിരപ്പാടത്തിലെത്തി. പോർക്കുളം കാഞ്ഞിരപ്പാടത്തെ ആര്യലോക് ആശ്രമത്തിലെ ആര്യകൃഷി പദ്ധതി നേരിട്ട് കണ്ട് മനസ്സിലാക്കാനാണ് വലിയ ഇടയനെത്തിയത്. രക്തശാലി, കാലാബത്തി എന്നീ സമ്പൂർണ്ണ ജൈവ നെൽകൃഷിയാണ് ഇവിടെ നടത്തുന്നത്. ആശ്രമത്തിലെ പശുക്കളുടെ ഗോമൂത്രം, ചാണകം എന്നിവ ചേർത്ത് സംസ്കരിച്ച സ്ലറി, കൂടാതെ രോഗബാധ ഒഴിവാക്കാനുള്ള ഹരിത കഷായങ്ങൾ എന്നിവ ഉപയോഗിച്ചാണ് കൃഷി നടത്തുന്നത്. 40ാം ദിവസം മുതൽ കാലാബത്തിക്ക് കതിര് വന്നതായി സംഘാടകർ പറഞ്ഞു. ആന്റി ഓക്സൈഡുകളിൽ സമ്പന്നമായ കാലാബത്തി അരി ക്യാൻസർ, പ്രമേഹം തുടങ്ങിയ രോഗങ്ങൾ തടയാൻ സഹായകരമാണെന്നും കാർബോഹൈഡ്രേറ്റ് കുറഞ്ഞ രക്തശാലി അരി രക്തചംക്രമണം മെച്ചപ്പെടുത്താനും ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനും ഗുണകരമാണെന്നും ജൈവകൃഷിയിലൂടെ മണ്ണിനെ പുനർജീവിപ്പിച്ച് വിഷരഹിതമായ കൃഷി പ്രോത്സാഹിപ്പിക്കുകയാണ് ശ്രമമെന്ന് ആര്യമഹർഷി പറഞ്ഞു.
തിരുമേനിയെ നമുക്ക് സ്വീകരിക്കാൻ വേണ്ടിയിട്ട് പുതിയൊരു വിത്തനം നമുക്ക് കണ്ടെത്തണം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ രക്തശാലി, ഞാൻ നസർബാത്ത് എന്ന് പറഞ്ഞൊരു വിത്താണ് അന്വേഷിച്ചത്, പക്ഷെ എനിക്കത് കിട്ടിയില്ല. അങ്ങനെ അതിന് സാമ്യമായിട്ടുള്ള ഈ കാലാപത്തി എന്നുള്ള വിത്ത് കിട്ടി. അപ്പോൾ അതുമാത്രമല്ല, ആ വിത്ത് കിട്ടിയപ്പോൾ 42-ാം ദിവസം ആ വിത്ത് കതിര് വരെയാണ്. അതിൽ ഞാനൊരു അത്ഭുതമായിട്ട് കാണുന്നു. അത് നമ്മൾ സമ്പൂർണ്ണ ജൈവത്തിൽ ചെയ്തു. സമ്പൂർണ്ണ ജൈവത്തിൽ അത് സമൂഹത്തിനൊരു മാതൃക. നമ്മൾ അടുത്ത വർഷം ചെയ്യുന്ന കൃഷി പൂർണ്ണമായിട്ടും ജൈവത്തിൽ ചെയ്യാനുള്ളൊരു പരീക്ഷണം കൂടിയിട്ടാണത്. അപ്പോൾ അതിനെ തിരുമേനി ഇന്ന് വന്നു, നെല്ല് ഞങ്ങൾ കണ്ടു. അത് നമുക്ക് വലിയൊരു സന്തോഷം. ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് വയലിൽ നേരിട്ടിറങ്ങി നെൽക്കതിരുകളെ തൊട്ടറിഞ്ഞു. പാരമ്പര്യ ധാന്യങ്ങളുടെ സംരക്ഷണം കാലത്തിന്റെ ആവശ്യമാണെന്നും കർഷകന്റെ വിയർപ്പാണ് സമൂഹത്തിന്റെ അടിത്തറയെന്നും ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് പറഞ്ഞു. ജീവനം ജീവിതം നിരന്തരം പുതുക്കപ്പെടുന്ന ഒരു പ്രതിഭാസമാണ്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ തന്നെ നമ്മൾ കണ്ടപ്പോൾ ഒരുപാട് വ്യത്യാസങ്ങളും വ്യതിയാനങ്ങളുണ്ട്. അത് നമ്മുടെ പ്രകൃതിയിലുണ്ട്, നമ്മുടെ കൃഷിയിടങ്ങളിലുണ്ട്, നമ്മുടെ വിത്തിനങ്ങളിലുണ്ട്, ജീവിതശൈലിയിലുണ്ട്, മനുഷ്യരിലുണ്ട്. നമ്മൾ പുതിയ ഇനങ്ങൾ പരീക്ഷിക്കുമ്പോൾ അത് പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്നതായിരിക്കണം എന്നുള്ളൊരു ശൈലിയാണ് മഹർഷി എടുത്തിരിക്കുന്നത്. നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ, പ്രതിരോധ ശക്തി കൂടുന്നു. ശാസ്ത്രീയമായിട്ടും ഒപ്പം തന്നെ പ്രകൃതിയോട് ചേർന്ന് തിരിച്ചു വരാൻ നമുക്ക്. ലോകത്ത് ആദ്യമായി ഒരേ ദിവസം വൃക്കദാനം ചെയ്ത ആര്യമഹർഷിയും സഹധർമ്മിണി സിമിയും ആര്യനാമികയും ചേർന്നാണ് ഈ പരീക്ഷണ കൃഷിയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കാലാബത്തി, രക്തശാലി, കൃഷ്ണ കൗമോദ്, നസർബാത്ത്, പിങ്ക് ലേഡി എന്നീ അപൂർവവും ഉയർന്ന പോഷകമൂല്യവുമുള്ള നെല്ലിനങ്ങൾ സംബന്ധിച്ച വിവരങ്ങളും ഗുണഗണങ്ങളും സംഘത്തിന് മുന്നിൽ അവതരിപ്പിച്ചു. ആര്യമഹർഷി, സിമി, ആര്യനാമിക, സുജാലാസർ എന്നിവർ പദ്ധതി വിശദീകരിച്ചു. പ്രാദേശിക കർഷകർ, പ്രവർത്തകർ, അയൽവാസികൾ എന്നിവർ സന്നിഹിതരായിരുന്നു. ഉമാ നെൽവിത്തും ആര്യമഹർഷിയുടെ നേതൃത്വത്തിൽ കൃഷി ചെയ്യുന്നുണ്ട്. കുണ്ടന്നൂർ ചുങ്കത്ത് ലോറിയെ മറികടക്കുന്നതിനിടയിൽ കാർ എതിരെ വന്ന സ്കൂട്ടറിലിടിച്ച് നിയന്ത്രണം വിട്ട് വൈദ്യുതി പോസ്റ്റിലിടിച്ചു. അപകടത്തിൽ കാർ യാത്രികന് പരിക്കേറ്റു. കുന്നംകുളം വടക്കാഞ്ചേരി സംസ്ഥാന പാതയിൽ വെച്ച് കുന്നംകുളത്ത് നിന്ന് വരികയായിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. നിയന്ത്രണം വിട്ട കാർ നിർത്തിയിട്ട സ്കൂട്ടറിലിടിച്ചാണ് വൈദ്യുതി പോസ്റ്റിലിടിച്ചത്. കാറിന്റെ മുൻവശം പൂർണ്ണമായും തകർന്നു. ചാവക്കാട് മണത്തല ശ്രീ വിശ്വനാഥ ക്ഷേത്രത്തിൽ ഗുരുപാദപുരി ശ്രീ അയ്യപ്പസ്വാമി സേവാ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ 20ാമത് ദേശവിളക്ക് മഹോത്സവവും അന്നദാനവും നവംബർ 29 ശനിയാഴ്ച നടത്തും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ദേശവിളക്കിനോടനുബന്ധിച്ച് വ്യാഴാഴ്ച വൈകിട്ട് 7 മണിക്ക് ഡോക്ടർ പ്രശാന്ത് വർമ്മ കോഴിക്കോട് നയിച്ച മാനസ ജപലഹരി ഭജന നടന്നു. ചടങ്ങിൽ ഡോക്ടർ അഭിരാജ് പുന്നരാശ്ശേരിക്കും ക്ഷേത്രം മേൽശാന്തി എം കെ ശിവാനന്ദൻ ശാന്തിക്കും സ്നേഹാദരവ് നൽകി. ദേശവിളക്ക് ദിനത്തിൽ രാവിലെ 9 മണിക്ക് വിളക്കുപന്തലിൽ ആശാ സുരേഷിന്റെ സോപാന സംഗീതാർച്ചന ഉണ്ടായിരിക്കും. വൈകിട്ട് ബ്ലാങ്ങാട് കല്ലുങ്ങൽ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെടുന്ന ഉടുക്കുപാട്ട്, ചിന്തുപാട്ട്, കാവടി, നാദസ്വരം, പഞ്ചവാദ്യം, ആന, നാടൻ കലാരൂപങ്ങൾ, തുള്ളൽ, തങ്കരഥം തുടങ്ങിയവയുടെ അകമ്പടിയോടെ 500ഓളം പേരുടെ താലത്തോടുകൂടിയുള്ള പാലക്കൊമ്പ് എഴുന്നള്ളിപ്പ് രാത്രി 10 മണിക്ക് മുൻപായി വിശ്വനാഥ ക്ഷേത്രാങ്കണത്തിലെത്തും. തുടർന്ന് ദീപാരാധനയ്ക്ക് ശേഷം ഭജനമണ്ഡലി ഗുരുവായൂർ അവതരിപ്പിക്കുന്ന ഭക്തിഗാനമേളയുണ്ടാകും. തിരിയൊഴിച്ചിൽ, പാൽക്കിണ്ടി എഴുന്നള്ളിപ്പ്, കനലാട്ടം, വെട്ടുംതട, മംഗളത്തോടെ ദേശവിളക്ക് സമാപിക്കും. ശബരിമലയിലേക്കുള്ള തീർത്ഥയാത്രാ വാഹനങ്ങൾ പുറപ്പെടുകയും ചെയ്യും. ഉച്ചയ്ക്കും രാത്രിയുമായി 10,000ഓളം പേർക്കുള്ള അന്നദാനമാണ് ക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടുള്ളതെന്നും ഭാരവാഹികൾ പറഞ്ഞു. തത്തുമസി ഗൾഫ് ഭാരവാഹി NB ബിനീഷ് രാജ്, ഗുരുപാദപുരി ശ്രീ അയ്യപ്പ സേവാ സംഘം ഭാരവാഹികളായ ഡോക്ടർ PV മധുസൂദനൻ, NV മധു, NK പുഷ്പദാസ്, AS സന്തോഷ്, KK ശങ്കരനാരായണൻ, NA ബാലകൃഷ്ണൻ, KK സഹദേവൻ, KS വിശ്വനാഥൻ, UR പ്രദീപ്, NK സിദ്ധാർത്ഥൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കുന്നംകുളം സീനിയർ ഗ്രൗണ്ടിൽ 2 ദിവസമായി നടന്നു വന്നിരുന്ന തൃശൂർ സഹോദയ അത്ലറ്റിക് മീറ്റ് സമാപിച്ചു. എരവിമംഗലം ഭാരതീയ വിദ്യാഭവൻ 163 പോയിന്റോടെ കിരീടം സ്വന്തമാക്കി. തൃശൂർ പാറമേക്കാവ് വിദ്യാമന്ദിർ 2ാം സ്ഥാനവും തിരുവമ്പാടി ദേവമാത CMI പബ്ലിക് സ്കൂൾ 3ാം സ്ഥാനവും നേടി. കായികമേളയുടെ സമാപന ചടങ്ങിൽ ഹോളി ക്രോസ് സീനിയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ആന്റോ ഉല്ലൂക്കാരൻ മുഖ്യാതിഥിയായി. തൃശൂർ സഹോദയ ജനറൽ സെക്രട്ടറി ഷമീം ബാവ അധ്യക്ഷത വഹിച്ചു. കേരള സ്റ്റേറ്റ് അത്ലറ്റിക് ഫെഡറേഷൻ ജോയിന്റ് സെക്രട്ടറി ഡോക്ടർ ഹരിദയാൽ, ഗുഡ് ഷെപ്പേർഡ് CMI സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ലിജോ പോൾ, CMI പൂച്ചട്ടി BVP വിദ്യാമന്ദിർ വൈസ് പ്രിൻസിപ്പൽ TV സ്മിത എന്നിവർ സംബന്ധിച്ചു. കിടങ്ങൂർ വലിയുള്ളാഹി സുൽത്താൻ കുഞ്ഞുമുട്ടി മസ്താനുപ്പാപ്പ തങ്ങളുടെ 51ാമത് ആണ്ട് നേർച്ചയ്ക്ക് തുടക്കമായി. വെള്ളിയാഴ്ച ആരംഭിച്ച ആണ്ട് നേർച്ച ചടങ്ങുകൾ ഞായറാഴ്ച സമാപിക്കും.
മദനിയ മജ്ലിസ്, ജലാലിയ റാത്തീബ്, ദിക്ർ ദുവ മജ്ലിസ് പ്രഭാഷണം, റിഫാഇ റാത്തീബ്, ബുർദ മജ്ലിസ്, വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ, സാംസ്കാരിക സമ്മേളനം, ഭക്ഷണ വിതരണം തുടങ്ങിയ പരിപാടികളോടെയാണ് കിടങ്ങൂർ മഖാം ഷെരീഫിൽ ആണ്ടുനേർച്ചയും സ്വലാത്ത് വാർഷികവും നടക്കുന്നത്. വെള്ളിയാഴ്ച രാവിലെ 6-ന് സയ്യിദ് അലി പൂക്കോയ തങ്ങൾ അൽഹൈദ്രോസി പന്നിത്തടം നേതൃത്വം നൽകുന്ന പൈതൃക യാത്രയോടെയാണ് ആണ്ടുനേർച്ചയുടെ ചടങ്ങുകൾ ആരംഭിച്ചത്. ഉച്ചതിരിഞ്ഞ് 4-ന് സ്വാഗത സംഘം ചെയർമാൻ മുള്ളൂർക്കര മുഹമ്മദ് സഖാഫി കൊടിയേറ്റം നിർവഹിച്ചു. തുടർന്ന് സമൂഹ സിയാറത്ത് നടന്നു. വൈകിട്ട് 6:30-ന് ബുർദ മജ്ലിസും 7 മണിക്ക് മദനിയും ആത്മീയ മജ്ലിസും ഉണ്ടായിരുന്നു. ശനിയാഴ്ച രാവിലെ 8 മണിക്ക് വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും ഉച്ചയ്ക്ക് 2-ന് ജലാലിയ റാത്തീബും നടക്കും. ഉച്ചതിരിഞ്ഞ് 4 മണിക്ക് ചേരുന്ന സാംസ്കാരിക സമ്മേളനത്തിന് ശേഷം വൈകിട്ട് 7-ന് സ്വലാത്ത് മജ്ലിസും അനുസ്മരണ പ്രഭാഷണവും രാത്രി 9 മണിക്ക് റിഫാഇ റാത്തീബും ഉണ്ടാകും. ഞായറാഴ്ച രാവിലെ 9-ന് റാത്തീബ് അത്താസിനും തവസുൽ മജ്ലിസിനും സമാപന ദുവാ സമ്മേളനത്തിനും ശേഷം ഉച്ചയ്ക്ക് 12 മണി മുതൽ 2 മണിവരെ നേർച്ച ഭക്ഷണ വിതരണം ഉണ്ടായിരിക്കും. ഭിന്നശേഷി വാരാചരണത്തിന്റെ ഭാഗമായി സമഗ്ര ശിക്ഷ കേരള BRC ചൊവ്വന്നൂരിന്റെ നേതൃത്വത്തിൽ രക്ഷിതാക്കൾക്കായി നടത്തിയ ബോധവൽക്കരണ സെമിനാർ മേജർ PJ സ്റ്റൈജു ഉദ്ഘാടനം ചെയ്തു. BPC അനീഷ് ലോറൻസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാരായ സോഫിയ വർഗീസ്, RR റീന എന്നിവർ അനുബന്ധ പ്രഭാഷണം നടത്തി. ചൊവ്വന്നൂർ BRCയുടെ കീഴിലുള്ള വിദ്യാലയങ്ങളിലെ 100ഓളം രക്ഷിതാക്കൾ സെമിനാറിൽ പങ്കെടുത്തു. ശേഷം ഭിന്നശേഷി സൗഹൃദ സമൂഹം സൃഷ്ടിക്കാൻ പരിശ്രമിക്കുമെന്ന് പ്രതിജ്ഞയെടുക്കലും നടന്നു. ചാലിശ്ശേരി ശ്രീ മുലയമ്പറമ്പത്ത് കാവ് ഭഗവതി ക്ഷേത്രത്തിൽ 29ാമത് മുഴുവൻ വിളക്ക് ആഘോഷം ശനിയാഴ്ച നടക്കും. വിളക്കിന്റെ ഭാഗമായി വ്യാഴാഴ്ച രാത്രി മൈതാനത്ത് ചൈതന്യ പൂരാഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാട്ട് ഫാമിലിയുടെ ഭക്തിഗാന സന്ധ്യ അരങ്ങേറി. മതസൗഹാർദ്ദത്തിന്റെ സന്ദേശവുമായി പാട്ട് ഫാമിലി മാപ്പിളപ്പാട്ടും ക്രിസ്തീയ ഭക്തിഗാനവും ആലപിച്ചു. വെള്ളിയാഴ്ച വൈകിട്ട് 7-ന് തൃശൂർ ശ്രീരാഗം ഓർക്കസ്ട്രയുടെ ഭക്തിഗാനമേളയും നടന്നു. 29-ാം തീയതി ശനിയാഴ്ചയാണ് വിളക്കാഘോഷം. കുവേശ്വര ശിവക്ഷേത്രത്തിൽ നിന്ന് വൈകിട്ട് പാലക്കൊമ്പ് എഴുന്നള്ളിപ്പും ഉണ്ടാകും. ഞമ്മനങ്ങാട് ബോധിധർമ്മ മാർഷൽ അക്കാദമിയുടെ നേതൃത്വത്തിൽ ഗുരുവന്ദനം 2025 നവംബർ 30 ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് വടക്കേക്കാട് കെട്ടുങ്ങൽ പീടിക ചാത്തോത്തയിൽ റീജൻസിയിൽ നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ആയോധനകലയിൽ 45 വർഷത്തെ മികവ് പരിഗണിച്ച് 2025 ഒക്ടോബർ 19-ന് ജപ്പാനിൽ നടന്ന JTK അന്താരാഷ്ട്ര സെമിനാറിൽ പങ്കെടുത്ത് ഹാൻഷി പദവി സ്വന്തമാക്കിയ JTK ഇന്ത്യയുടെ ഡയറക്ടറും ചീഫ് ഇൻസ്ട്രക്ടറുമായ അഡ്വക്കേറ്റ് ഹാൻഷി KS മനോജിനെയാണ് ബോധിധർമ്മ കുടുംബാംഗങ്ങൾ ചേർന്ന് ആദരിക്കുന്നത്. ഞമ്മനേങ്ങാട് കണ്ടംപുള്ളി സ്കൂൾ പ്രധാന അധ്യാപിക PR രമാദേവി ഉദ്ഘാടനം ചെയ്യുന്ന ഗുരുവന്ദനത്തിൽ മുല്ലശ്ശേരി വേദ അക്കാദമി ഡയറക്ടർ ഡോക്ടർ സുബ്രതൻ ഗുരുക്കൾ ആദരം നടത്തും. ബോധിധർമ്മ അക്കാദമി PTA പ്രസിഡന്റ് കൃഷ്ണപ്രസാദ് അധ്യക്ഷത വഹിക്കും. ചടങ്ങിൽ റിട്ടയേർഡ് DYSP KB സുരേഷ്, രാജ ഗ്രൂപ്പ് ബിസിനസ് മാനേജിംഗ് ഡയറക്ടർ ഷെഫീഖ്, തൃശൂർ കരാത്തെ അസോസിയേഷൻ സെക്രട്ടറി സെൻസായി ദീപക് ശങ്കരൻ, ഗോജുഗാൻ കരാത്തെ ചീഫ് ഇൻസ്ട്രക്ടർ കോശി മധു വിശ്വനാഥ്, ടിസ്ക ഇന്ത്യ കരാത്തെ ചീഫ് ഷിഹാൻ ഉസ്മാൻ, റഫറി തൃശൂർ ക്ലിനിക് ചെയർമാൻ സെൻസായി ദിവാകരൻ തുടങ്ങിയവർ പങ്കെടുക്കും. ബോധിധർമ്മ JDK ഇന്ത്യ സെൻസായിമാരായ PV ഷഹീൻ, TM സുരാജ്, TS സജീഷ്, JTK ഇന്ത്യ PTA സെക്രട്ടറി ലെനിത തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പെരുമണ്ണ അയ്യപ്പ സേവാ സംഘത്തിന്റെ നേതൃത്വത്തിൽ 18ാമത് ദേശവിളക്ക് മഹോത്സവവും അന്നദാനവും ഭക്തിനിർഭരമായി വ്യാഴാഴ്ച വൈകിട്ട് 7 മണിയോടെ കേച്ചേരി നീലങ്കാവിൽ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും വാദ്യാഘോഷങ്ങളുടെ അകമ്പടിയോടെ കുട്ടഞ്ചേരി അയ്യപ്പ സേവാ സംഘം സതീശൻ ഗുരുസ്വാമിയുടെ നേതൃത്വത്തിലുള്ള വിളക്ക് പാർട്ടിയാണ് വിളക്ക് ആഘോഷത്തിന് നേതൃത്വം നൽകിയത്. മാളികപ്പുറങ്ങൾ കയ്യിലേന്തിയ താലങ്ങളുടെയും ഉടുക്കുപാട്ടിന്റെയും കാവടിയുടെയും നാദസ്വരത്തിന്റെയും അകമ്പടിയോടെ പാലക്കൊമ്പ് എഴുന്നള്ളിച്ചുള്ള വിളക്ക് ഘോഷയാത്ര പെരുമണ്ണ പിഷാരിക്കൽ കാർത്തിയേനി ക്ഷേത്ര സന്നിധിയിൽ പ്രത്യേകം സജ്ജമാക്കിയ വിളക്കുപന്തലിലെത്തി സമാപിച്ചു. തുടർന്ന് 100കണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുത്ത പ്രസാദൂട്ടിനു ശേഷം വിളക്കുപന്തലിൽ ഉടുക്കുപാട്ട്, തിരിയൊഴിച്ചിൽ എന്നിവ അരങ്ങേറി. പുലർച്ചെ നടന്ന പാൽക്കിണ്ടി എഴുന്നള്ളിപ്പ്, വെട്ടുംതട, കനലാട്ടം എന്നീ ചടങ്ങുകളോടെ വിളക്കാഘോഷത്തിന് സമാപനമായി. ദേശവിളക്കിനോടനുബന്ധിച്ച് ഗുരുവായൂർ കലിയുഗവരദൻ ഭജനസംഘം അവതരിപ്പിച്ച ഭജനയും അരങ്ങേറി. പെരുമണ്ണ അയ്യപ്പ സേവാ സംഘം ഭാരവാഹികളായ ലതീഷ് പുതുശ്ശേരി, PA പ്രകാശൻ, ചന്ദ്രൻ കരിമ്പനയ്ക്കൽ, KKS രവി, രമേശ് കൊണ്ടാശ്ശേരി എന്നിവർ നേതൃത്വം നൽകി.
കടവല്ലൂർ ദേശവിളക്ക് ആഘോഷ കമ്മിറ്റിയുടെ 28ാമത് ദേശവിളക്ക് ആഘോഷം ഭക്തിസാന്ദ്രമായി. വ്യാഴാഴ്ച വൈകിട്ട് കടവല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്ര സന്നിധിയിൽ നിന്നും താലമേന്തിയ മാളികപ്പുറങ്ങളുടെയും തകിൽ നാദസ്വരത്തിന്റെയും ഉടുക്കുപാട്ടിന്റെയും അകമ്പടിയോടെ പാലക്കൊമ്പ് എഴുന്നള്ളിപ്പ് ആരംഭിച്ചു. രാത്രി 10 മണിയോടെ കടവല്ലൂർ വടക്കുമുറിയിൽ ഒരുക്കിയ വിളക്കുപന്തലിലെത്തി എഴുന്നള്ളിപ്പ് സമാപിച്ചു. തുടർന്ന് നടന്ന അന്നദാനത്തിൽ 1000ഓളം പേർ പങ്കെടുത്തു. രാത്രി 11 മണി മുതൽ വിളക്കുപന്തലിൽ പാട്ട്, തിരിയൊഴിച്ചിൽ, പാൽക്കുടം എഴുന്നള്ളിപ്പ്, വെട്ടുംതട, കനലാട്ടം എന്നിവയോടെ വിളക്കാഘോഷത്തിന് സമാപനമായി. മരത്തംകോട് ജ്യോതിപ്രകാശ് മകനും പാർട്ടിയുമായിരുന്നു വിളക്ക് യോഗക്കാർ. സന്ധ്യയ്ക്ക് 7:30 മുതൽ ഗുരുവായൂർ ചാമുണ്ടേശ്വരി ഭജന സംഘത്തിന്റെ ഭജനയും അരങ്ങേറി. കടവല്ലൂർ ദേശവിളക്ക് കമ്മിറ്റി പ്രസിഡന്റ് സുന്ദരൻ, സെക്രട്ടറി മണികണ്ഠൻ, ട്രഷറർ കുഞ്ഞുണ്ണി, ജയപ്രകാശ്, ഷിജിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. നാഗശലഭം കൗതുകമായി. വടക്കേക്കോട്ടോൽ കണ്ടംപുള്ളി വീട്ടിൽ പ്രദീപിന്റെ വീട്ടിൽ വിരുന്നെത്തിയ നാഗശലഭമാണ് കാഴ്ചക്കാർക്ക് വിരുന്നായത്. അപൂർവമായി കാണുന്ന ചിത്രശലഭ ഇനത്തിൽപ്പെട്ടതാണിത്. 6 ഇഞ്ചോളം നീളവും 12 ഇഞ്ചോളം വീതിയും ശലഭത്തിനുണ്ട്. വീട്ടിലെത്തിയ അതിഥിയെ കാണാൻ നിരവധി പേരാണ് എത്തിയത്. ഇനി നവമാധ്യമ കാഴ്ച. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 11,775 രൂപ, പവന് 94,200 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 175 രൂപ. ചരമം. കൊരട്ടിക്കര താമസിക്കുന്ന ചാലിശ്ശേരി യാക്കോബായ സുറിയാനി പള്ളി മുൻ ട്രസ്റ്റി അരിമ്പൂർ പരേതനായ പൗലോസ് ഭാര്യ താണ്ടമ്മ നിര്യാതയായി 83 വയസ്സായിരുന്നു. സംസ്കാരം ഞായറാഴ്ച 2 മണിക്ക് ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളി സെമിത്തേരിയിൽ നടത്തും. പോൾസൺ, റോബിൻസൺ, പൌളി, വിജി എന്നിവർ മക്കളാണ്. ചൂണ്ടൽ പാറപ്പുറം സ്വരാജ് നഗർ റോഡിൽ തൈപ്പറമ്പിൽ പരേതനായ ഹമീദ് ഭാര്യ ഖദീജ നിര്യാതയായി 81 വയസ്സായിരുന്നു. സുലൈഖ, ആയിഷത്ത്, നവാസ്, ബുഷറ, ഷാജിദ, ഷക്കീല, ഷെമീം, സുനിത എന്നിവർ മക്കളാണ്. ഖബറടക്കം കുത്തിയത്തോട് മഹല് ഖബർസ്ഥാനിൽ നടത്തി. തളി പിലക്കാട് കഴങ്കോടത്ത് രാജേന്ദ്രൻ നായർ ബാംഗ്ലൂരിൽ നിര്യാതനായി. 70 വയസ്സായിരുന്നു. ശ്രീമാധവിയാണ് ഭാര്യ. ശ്രീദേവി, ഹരീഷ് എന്നിവർ മക്കളാണ്. സംസ്കാരം ശനിയാഴ്ച ബാംഗ്ലൂരിൽ നടക്കും. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഏകാദശി ദിവസം ഉദയാസ്തമന പൂജ നടത്തുന്നത് ദൈവഹിതമല്ലെന്ന് ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ. പരാമർശം ഏകാദശി ഒരുക്കങ്ങളുടെ ഭാഗമായി വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിനിടെ. പുണ്യപ്രസിദ്ധമായ ഗുരുവായൂർ ഏകാദശിക്ക് ഒരുക്കങ്ങൾ പൂർത്തിയായതായി ദേവസ്വം ചെയർമാൻ. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നിയമം മൂലം നിരോധിച്ച കണ്ണിവലുപ്പം കുറഞ്ഞ വലകൾ ഉപയോഗിച്ച് അനധികൃത മീൻപിടുത്തം നടത്തിയ 2 ബോട്ടുകൾ ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് സംഘം പിടികൂടി. എറണാകുളം സ്വദേശികളുടെ ഉടമസ്ഥതയിലുള്ള ട്രൈറ്റൺ, എലോഹിക എന്നീ ബോട്ടുകളാണ് പിടികൂടിയത്. പെരുമ്പിലാവ് കൊരട്ടിക്കരയിൽ ബൈക്കിലെത്തിയ സംഘം വീട്ടമ്മയുടെ മാല കവർന്നു. അറയ്ക്കൽ കുന്നത്ത് വീട്ടിൽ ശ്രീജയുടെ 1 പവൻ തൂക്കം വരുന്ന സ്വർണ്ണമാലയാണ് കവർന്നത്. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ഊർജിതം. പെരുമ്പിലാവ് സെന്ററിൽ കുടിവെള്ള പൈപ്പ് സ്ഥാപിക്കാൻ ജല അതോറിറ്റി കുഴിച്ച കുഴി KSTPയുടെ കരാറുകാരൻ പ്രവൃത്തി മുഴുവനാകും മുൻപ് മൂടി. പൈപ്പ് സ്ഥാപിക്കൽ പൂർണ്ണമാകാത്തതിനാൽ കടവല്ലൂർ പഞ്ചായത്തിലെ 500ഓളം കുടുംബങ്ങൾ കുടിവെള്ളം കിട്ടാതെ ബുദ്ധിമുട്ടുന്നത് കണക്കിലെടുക്കാതെയാണ് സർക്കാർ വകുപ്പുകളുടെ വടംവലി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.